ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ ബാത്റൂമിൽ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോവുകയും വലിയ വലിയ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും അല്ലാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ പല സന്തോഷ വാർത്തയും അറിയിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദേ മജ്ലിസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾക്ക് നേടി എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം മജ്ലിസിലുണ്ട്. അതുകൊണ്ട് മജ്ലിസ് ഉസ്താദ് തുടർന്ന് കൊണ്ടുപോകണമെന്ന് ഒരുപാട് ഉമ്മമാര് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. കേൾക്കുമ്പോൾ പല ആളുകളും ചിലപ്പോൾ കരുതും ഇതാണ് ഇപ്പോൾ വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയം, ഇത് നിസാരമല്ലേ എന്ന്. പക്ഷെ അത് നിസാരമല്ല, നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ പറയുന്ന വിഷയം ഗൗരവത്തോടെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഒരുപാട് വലിയ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഒരുപാട് മുസീബത്തുകൾ നമ്മൾ നേരിടേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നമ്മളെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഉറങ്ങണം ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് രൂപത്തിലാണ് ഉറങ്ങുന്ന സമയത്ത് കിടക്കേണ്ടത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറക്കത്തിന്റെ എത്രയോ മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്ര പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതുപോലെ നിസ്കരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം നമ്മളെ വളരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിച്ചു. ദാമ്പത്യ ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം വളരെ വ്യക്തമായി കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബാത്റൂം, കക്കൂസ് എന്ന് പറയുന്നത്, ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ആ കക്കൂസിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത 8ഓളം കാര്യങ്ങൾ
മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താലോ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ബാത്റൂമിൽ കക്കൂസിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം മൂത്രത്തിലും കാഷ്ടത്തിലും തുപ്പാൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കാണാം. മൂത്രത്തിലേക്ക് തുപ്പുക, കാഷ്ടത്തിലേക്ക് തുപ്പുക, അങ്ങനെ ഒരിക്കലും തുപ്പാൻ പാടില്ലെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുപ്പിക്കഴിഞ്ഞാൽ യൂരിസുൽ വസ്വാസ്, എല്ലാ ആളുകളും ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് വസ്വാസ് എന്ന് പറയുന്നത്. വസ്വാസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ആ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകൂല. ഒരു വിഷയം ചെയ്താൽ അതിൽ നമുക്ക് റാഹത്ത് ഉണ്ടാകൂല. ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു റാഹത്തും ഉണ്ടാകൂല. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിന്നാല് ഒരു തൃപ്തി ഉണ്ടാവൂല. എന്ത് കാര്യം ചെയ്യാലും അതിലൊരു സംശയം, അത് ശരിയായിക്കണോ, അത് ശരിയാകോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടോ, ഇങ്ങനെ മനസ്സിൽ വസ്വാസ് കയറിക്കൂടും. കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും തുപ്പിയാൽ അതുപോലെ തന്നെ വസുഫ്രത്തുൽ അസ്നാൻ, പല്ലുകളൊക്കെ മഞ്ഞ കളറായി പോകും. എത്ര ഉരമുള്ള വസ്തു കൊണ്ട് പല്ല് തേച്ചാലും സുബ്ഹാനല്ലാഹ് കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും തുപ്പിയാൽ പല്ലുകളൊക്കെ മഞ്ഞ കളറായി പോകുമെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ രണ്ടാമത്തെ വിഷയം, ബാത്റൂമിൽ ഇരുന്ന് പല്ല് തേക്കാൻ പാടില്ല. ചില ആളുകൾ ബാത്റൂമിൽ പോകുമ്പോൾ ബ്രഷിൽ പേസ്റ്റും ആയിട്ട് ബാത്റൂമിൽ പോകണാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പല്ലിയേക്കാം. മൂത്രയിക്കലും പല്ലിയേക്കലും ഒപ്പാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? ഭൗതികമായിട്ട് കുഴപ്പമൊന്നും നമ്മളെ കാഴ്ചയിൽ കാണൂല, പക്ഷെ വലിയ ഗൗരവമുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഒന്നാമത് നമ്മൾക്ക് ബാത്റൂമിൽ വെച്ച് പല്ല് തേച്ചാൽ ഉണ്ടാകുന്ന പരീക്ഷണം മറവി ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും മറക്കും. ഒരാളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മൾ മറക്കും. ഭാര്യ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു നമ്മളത് മറക്കും. ഭർത്താവ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് മറക്കും. പഠിച്ചതൊക്കെ മറക്കും. ഖുർആനും നമ്മൾ മറന്നുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതോടൊപ്പം തന്നെ കാഴ്ച ശക്തി നഷ്ടപ്പെടുമെന്നുള്ളതാണ്. കാഴ്ച, കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ. ആ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകും. ആരുടെ? ബാത്റൂമിൽ ഇരുന്ന് പല്ല് തേക്കുക. പല്ലേക്കാൻ വേറെ സ്ഥലം നമ്മൾ കണ്ടെത്തണമെന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം, ബാത്റൂമിൽ കുറേ സമയം പോയിരിക്കുക. ചില ആളുകളുണ്ട് മൊബൈൽ ഫോണോട്ടും ബാത്റൂമിലേക്ക് പോകും. എന്നിട്ട് അവരെന്നിങ്ങനെ യൂട്യൂബിൽ ഇയർഫോൺ ഉണ്ടാകും, യൂട്യൂബിൽ പാട്ട് കേൾക്കുക, യൂട്യൂബിൽ സിനിമ കാണുക, യൂട്യൂബിൽ വേണ്ടാത്തൊക്കെ കാണുക, വാർത്ത കേൾക്കുക. ബാത്റൂമിൽ നിന്നിട്ടല്ലേ വാർത്ത കേൾക്കുക. സുബ്ഹാനല്ലാഹ്, അത്തരം സ്വഭാവം നമ്മൾ മാറ്റണം. ബാത്റൂമിൽ ഇങ്ങനെ അനാവശ്യമായി കുറെ സമയം ഇരുന്നാൽ പൈൽസ് ഉണ്ടാകും, അഥവാ മൂലക്കുരു. എത്രയോ ആളുകൾ പൈൽസ് എന്ന് പറയുന്ന അസുഖം കാരണം പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പൊ നമ്മൾ ഒരിക്കലും ബാത്റൂമിൽ അനാവശ്യമായി കൂടുതൽ സമയം ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ബാത്റൂമിൽ ഇരുന്ന് മൂക്ക് വൃത്തിയാക്കാൻ പാടില്ല. അത് ബാത്റൂമിൽ മൂക്ക് വൃത്തിയാക്കേണ്ട സ്ഥലമല്ല, അതിന് വേറെ സ്ഥലമുണ്ട്. ബാത്റൂമിൽ ഇരുന്ന് നമ്മൾ കക്കൂസിലിരുന്ന് മൂക്ക് ശരിയാക്കാൻ പാടില്ല. അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാലുള്ള പരീക്ഷണം എന്താ? ടെൻഷൻ ഉണ്ടാകും. ഇതൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്, ഞാൻ വെറുതെ പറയല്ല. ടെൻഷൻ ഉണ്ടാകുക. എത്രയോ ആളുകൾ ടെൻഷൻ കാരണം ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ ടെൻഷൻ കാരണം ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കാതെ, ഒരു രസമില്ലാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ, ടെൻഷനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അഞ്ചാമത്തെ വിഷയം, മോതിരം. അല്ലെ, ബാത്റൂമിൽ ചില ആളുകൾ മോതിരം ഇങ്ങനെ അനക്കി കളിക്കും. ബാത്റൂം മോതിരം അലക്കി കളിക്കാനുള്ള സ്ഥല. സ്ത്രീകൾക്കുണ്ടാവും മോതിരം, പുരുഷന്മാർക്കൊക്കെ മോതിരം ഉണ്ടാവും. മോതിരം അയച്ചു വെച്ചിട്ട് ബാത്റൂമിൽ പോകണം. എന്നിട്ട് മോതിരം ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ അനക്കി കളിക്കുക. അങ്ങനെ ബാത്റൂമിൽ നിന്ന് മോതിരം അനക്കി കളിച്ചാൽ ശൈത്വാന്റെ ശല്യം ഉണ്ടാവും. ശൈത്താൻ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശൈത്താൻ വരും. നിസ്കരിക്കണ്ടടാ, ഖുർആൻ ഓതണ്ടടാ, നോമ്പോൽക്കണ്ടടാ, ഇങ്ങനെ പറഞ്ഞ് ശൈത്താൻ നമ്മളെ പിന്നാലെ അങ്ങനെ കൂടും. ശൈത്താൻ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ. ആറാമത്തെ വിഷയം, ബാത്റൂമിൽ സംസാരിക്കാൻ പാടില്ല. ബാത്റൂമിൽ നിന്നാണ് ചില ആളുകൾ കൂട്ടുകാർക്ക് ഫോൺ വിളിക്കുക, കാമുകിക്ക് ഫോൺ വിളിക്കുക, ഭാര്യക്ക് ഫോൺ വിളിക്കുക. അത് ഫോൺ വിളിക്കാനുള്ള സമയമല്ല ബാത്റൂം. സംസാരിക്കാനുള്ള സ്ഥലമല്ല ടോയ്ലറ്റ്, കക്കൂസ് എന്ന് പറയുന്നത്. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ബാത്റൂമിൽ ഇരുന്ന് അനാവശ്യമായി വെറുതെ ഇങ്ങനെ സംസാരിക്കുക, അവിടെ നിന്നിട്ട് പാട്ട് പാടുക. ചില ആളുകൾ അതൊരു സ്വഭാവമാണ്. ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ മുളിപ്പാട്ട് പാടുക. അള്ളാഹു കാക്കട്ടെ. മൂത്രയിക്കുമ്പോൾ മുളിപ്പാട്ട് പാടല് അങ്ങനെ അതിന്റെ സമയമല്ല. അങ്ങനെ ബാത്റൂമിൽ നിന്ന് സംസാരിച്ചാൽ യൂരിസുൽ ഫഖറ, ദാരിദ്ര്യം ഉണ്ടാകുന്ന പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ വരെ ദാരിദ്ര്യത്തിന് ഭയന്നുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ട്. ആ ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ പിടികൂടും ബാത്റൂമിൽ നിന്ന് സംസാരിച്ചാൽ. അതുപോലെ തന്നെ ഏഴാമത്തെ വിഷയം, ബാത്റൂമിൽ നിന്ന് പേനിനെ കൊല്ലുക. ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ തല നോക്കുക, എന്നിട്ട് അവിടെ നിന്ന് പേനിനെ എങ്ങനെ കൊല്ലുക. അത് പേനിനെ കൊല്ലാതെ സ്ഥലമല്ലല്ലോ കക്കൂസ്. കക്കൂസ് മൂത്രയിക്കാനും കാഷ്ടിക്കാനുള്ളതാണ്. അവിടെ നിന്നിട്ടല്ല പേന നോക്കലും പേനിനെ കൊല്ലലും. അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്നത് 40 ദിവസം ശൈത്താൻ നമ്മളെ കൂടെ ഉണ്ടാവുന്ന. 40 ദിവസം മൂപ്പര് നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ എങ്ങനെയാ നമ്മൾ നിസ്കരിക്കുക? പിന്നെ എങ്ങനെയാ നമ്മൾ നോമ്പ് വിൽക്കുക? ഇല്ല ഹറാമൊക്കെ
പാപമൊക്കെ നമ്മൾ ചെയ്തു പോകും. അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് പേൻ നോക്കി പേനിനെ കൊല്ലാൻ നിൽക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ 8ാമത്തെ വിഷയം, ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് 2 കൈയിന്റെ ഇടയിൽ തലങ്ങനെ ആക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഖൽബ് ഒരത്തു പോകുമെന്നുള്ളതാണ്. എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഓന്റെ ഹൃദയത്തിലേക്കാണ് തട്ടൂല, ഓന്റെ ഖൽബിലേക്ക് തട്ടൂല, ഓന്റെ ഖൽബ് ഒരത്തു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലജ്ജ ജീവിതത്തിൽ നിന്ന് എടുത്തു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണോ എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലജ്ജ ഇല്ലാതെയായി പോകും. അതോടൊപ്പം തന്നെ കുഷ്ഠരോഗം നമ്മളെ പിടികൂടും. അല്ലാഹുവേ കാക്കണേ റഹ്മാനെ. അപ്പൊ ബാത്റൂമിൽ 2 കൈ ഇങ്ങനെ തലന്റെ ഉള്ളിലേക്കായിട്ട് ബാത്റൂമിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 8 കാര്യങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എണ്ണിവെന്ന് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. കടങ്ങൾ കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഒരുപാട് സഹോദരിമാര് മക്കളുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളെ ദുസ്വഭാവം പറഞ്ഞുകൊണ്ട് മക്കൾ നിസ്കരിക്കുന്നില്ല, നോമ്പോൽക്കുന്നില്ല, അള്ളാഹുമായി തീരെ ബന്ധമല്ല മക്കൾക്ക്, അവർക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്. അള്ളാഹുവെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. യുക്തിവാദങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കാക്കണേ അള്ളാഹുവെ കടങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്കും ഞങ്ങൾ മജ്ലിസ് കാണുന്നവർക്ക് നീ വരുത്തല്ലോ അല്ലാഹ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പല കച്ചവടങ്ങളും തൊഴിലുകളും ജീവിക്കുന്നവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. സിഹ്ർ കണ്ണേറിനെ തൊട്ട് അസൂയകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ, മുത്തുനബിയെ സ്വപ്നം കാണാൻ, ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കള്, ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ വല്ലുപ്പമാര്, അയൽവാസികൾ, കൂട്ടുകാർ, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, മുഅ്മിനീങ്ങള് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരെ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്ക്, സന്തോഷത്തിലാക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാഹ്. നിന്റെ കാവല് നൽകണേ അല്ലാഹ്. നിന്റെ സഹായം നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സ്കൂളുകളിൽ കോളേജുകളിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഖിബത്ത് നൽകണേ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കിണറ്റില് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത് വെള്ളം ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ നല്ല വെള്ളം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരാജയം നൽകല്ല അല്ലാഹ്. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളെ മനസ്സിലുള്ളതെല്ലാം നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.